സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് വിപണിയിലെ ഇടപെടലിൻ്റെ പരാജയം കൊണ്ട് വിലക്കയറ്റം രൂക്ഷമാവുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. എന്നാൽ ഉത്സവ നാളുകൾ, വിശേഷിച്ച് ഓണം പോലൊരു ദേശീയ ഉത്സവ സമയത്ത് ഫലപ്രദമായി വിപണി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ വിലക്കയറ്റത്തിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേരുമെന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. വിശേഷിച്ച് മുളക്, വെളിച്ചെണ്ണ, അരി എന്നീ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെ വില വർധനവ് ജനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുമെന്നുള്ളത് നമുക്കറിയുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10 വർഷക്കാലം പ്രകൃതി ദുരന്തം, പ്രകൃതിക്ഷോഭം അടക്കം ഉണ്ടാകുമ്പോഴും LDF ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ് രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകാത്തത്. കഴിഞ്ഞ ഓണക്കാലം ഈ ഓണക്കാലവുമായി ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ, കഴിഞ്ഞ ഓണക്കാലത്ത് കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും, എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും, റേഷൻ കടയിലൂടെ റേഷൻ വിലയ്ക്ക് അരി നമുക്ക് യഥേഷ്ടം കൊടുക്കാൻ കഴിഞ്ഞു. വെള്ള കാർഡുകാർ 33 ലക്ഷമാണ്. 15 കിലോ അരി അവർക്ക് നമുക്ക് 10 രൂപ 90 പൈസയ്ക്ക് നൽകി. നീല കാർഡിന് അവർക്ക് ലഭിക്കുന്ന വിഹിതത്തിന് പുറമെ 10 കിലോ ചമ്പാവരി 10.90 നൽകി. മറ്റ് കാർഡുകാർക്ക് ലഭിക്കുന്ന വിഹിതത്തിന് പുറമെ 5 കിലോ. ആ സ്പെഷ്യൽ അരി നൽകിയത് അതിന് പുറമെ സപ്ലൈകോയുടെ കടകളിലൂടെ 20 കിലോ അരി എല്ലാ കാർഡുടമകൾക്കും 25 രൂപ നിരക്കിൽ നൽകുകയുണ്ടായി. ഒരു കുടുംബത്തിന് ഓണക്കാലത്ത് 40-45 കിലോ അരി സബ്സിഡിയായും വളരെ വില കുറച്ച് നമുക്ക് നൽകാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മുളകിൻ്റെ കാര്യത്തിൽ, വെളിച്ചെണ്ണയുടെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. മാധ്യമ സുഹൃത്തുക്കൾക്ക്, കഴിഞ്ഞ ഓണക്കാലത്താണ് വെളിച്ചെണ്ണ ഏറ്റവും വലിയ വില നേരിട്ടത്. 530 രൂപ മുതൽ 560 രൂപ വരെ മാർക്കറ്റ് വില ഉണ്ടായിരുന്ന സമയമാണ്. നമ്മുടെ ഫലപ്രദമായ ഇടപെടലാണ് സപ്ലൈകോയുടെ കടകളിലൂടെ 329 രൂപയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണ നമുക്ക് നൽകാൻ കഴിഞ്ഞത്. സോറി 339 രൂപയ്ക്ക്. അതുകൂടാതെ 389 രൂപയ്ക്ക് സബ്സിഡി ഇല്ലാതെ നൽകാനും സപ്ലൈകോയിലെ കടയിൽ പ്രത്യേക നടപടി സ്വീകരിച്ചു. 530-560 രൂപ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ വില കുറച്ച് നൽകിയത് മറ്റ് വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ, കേരഫെഡ് പോലെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് വില കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചത് പിടിച്ചു നിർത്താൻ അന്ന് കഴിഞ്ഞു. എന്നുമാത്രമല്ല, ഓരോ കാർഡ് ഉടമകൾക്കും അവർക്ക് ലഭിച്ചിരുന്ന 1/2 ലിറ്റർ വെളിച്ചെണ്ണ എന്നുള്ളത് 1 ലിറ്റർ ആക്കി മാറ്റി. സെപ്റ്റംബർ മാസത്തെ വിഹിതം കൂടെ ഓഗസ്റ്റ് മാസത്തെ ഓണത്തിന് വാങ്ങാൻ അവസരം ഉണ്ടാക്കി. അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും, സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇരട്ടിയാക്കി, ക്വാണ്ടിറ്റി ഇരട്ടിയാക്കി 2 മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങാനുള്ള അവസരം നൽകി. ആ സാഹചര്യം ഒരുക്കിയപ്പോൾ ഓണക്കാലത്ത് മാർക്കറ്റിൽ സുലഭമായി നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
അപ്പോൾ ഒരു കുടുംബത്തിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 40 കിലോയിലധികം അരി, 2 കിലോ വെളിച്ചെണ്ണ, 2 കിലോ മുളക്, ഈ നിലയിലാണ് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കിയത്. ഒരു മാധ്യമം പോലും കഴിഞ്ഞ ഓണക്കാലത്ത് വിലക്കയറ്റത്തിൻ്റെ വിഷയം, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെക്കുറിച്ചുള്ള വിമർശനം അന്നുണ്ടായില്ല. അത് ഫലപ്രദമായ ഇടപെടലാണ്. ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ തവണ 15 കിലോ അരി ലഭിച്ച കുടുംബങ്ങൾക്ക് ഇത്തവണ 7 കിലോ അരിയാണ്. കഴിഞ്ഞ തവണ 10 കിലോ സ്പെഷ്യൽ അരി ലഭിച്ച കുടുംബങ്ങൾക്ക് ഇത്തവണ 3 കിലോ അരിയാണ്. റേഷൻ കടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാർക്കറ്റിലെ വിലയ്ക്കുള്ള അരി റേഷൻ കടയിലൂടെ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായത്. 26 രൂപ നിരക്കിൽ 10 കിലോ അരി സ്പെഷ്യൽ അരി എന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ കടയിലൂടെ കൊടുക്കുകയാണ്. അതിനാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ്. വില കുറച്ച് സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാമല്ലോ. റേഷൻ കടയിലൂടെ റേഷൻ ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വിലയുണ്ട്. ആ വിലയ്ക്ക് അപ്പുറത്ത് ഒരു സാധനവും നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ റേഷൻ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള പരിശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഞാനതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഈ പ്രസ് നോട്ടിനകത്ത് പരാമർശിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് 386 കോടി രൂപയുടെ ഓണം മാസം സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിൽപ്പന നടന്നു. 180 കോടിയിലധികം രൂപ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ്. 206 കോടി രൂപ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളാണ്. ആ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത്ര കണ്ട് വിൽപ്പന സപ്ലൈകോയിൽ ഉണ്ടാക്കിയത് മാർക്കറ്റിലെ ഏത് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന വിലയേക്കാൾ വില കുറച്ച് 250ഓളം ഉൽപ്പന്നങ്ങൾ ഏകദേശം 50% വിലക്കുറവിൽ ഓഫർ കൊടുത്തുകൊണ്ട് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭിക്കുന്ന ഒരു സൗകര്യമൊരുക്കിയത് മാർക്കറ്റിലെ വിലവർധന തടയാൻ കഴിഞ്ഞു. ഉദാഹരണം, വെളിച്ചെണ്ണ 20,13,696 ലിറ്റർ വെളിച്ചെണ്ണ, ശബരി വെളിച്ചെണ്ണ മാത്രം സപ്ലൈകോ കടയിൽ വിറ്റു. കേര ഉൾപ്പെടെയുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ വേറെയാണ്. 68.98 കോടിയാണ് ആ ഒരു മാസത്തെ വിൽപ്പന. മുളക് 7,407.09 ക്വിൻ്റൽ, 8.85 കോടി രൂപയ്ക്കാണ്. അരി 1,19,856.32 ക്വിൻ്റൽ, 37 കോടിയിലധികം രൂപയ്ക്കാണ്. ഇതെല്ലാം കൃത്യമായി സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ്. ഓരോ ഉൽപ്പന്നങ്ങളുടെയും ആ ഒരു മാസത്തെ വിൽപ്പനയെ സംബന്ധിച്ചുള്ള വിവരം. നമ്മൾ അറിയേണ്ടുന്നത്, കഴിഞ്ഞ ഓണത്തിൻ്റെ ഒരു മാസം 56,73,096 56 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിനെ ആശ്രയിച്ചു. കാരണം വാങ്ങുന്ന ആളുകൾ എല്ലാം അവരുടെ റേഷൻ കാർഡ് പതിക്കുന്നത് കൊണ്ട് കൃത്യകണക്ക് നമുക്കറിയാൻ കഴിയും. അപ്പം നമ്മുടെ ജനസംഖ്യയുടെ പകുതിയിലധികം കുടുംബങ്ങൾ നേരിട്ട് ഇതുപോലൊരു ഔട്ട്ലെറ്റിൽ വന്ന് സാധനം വാങ്ങിപ്പോയ അനുഭവം നമുക്ക് തന്നെ ഉണ്ട്. ഇതിന് പുറമെയാണ് കൺസ്യൂമർ ഫെഡിൻ്റെയും സഹകരണ സ്ഥാപനങ്ങളുടെ ഷോപ്പുകളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ന്യായവിലയ്ക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിഞ്ഞത്. ഞാനീ പറഞ്ഞത് ഓരോ ഉൽപ്പന്നങ്ങളുടെ കണക്കെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ പൊതുവിപണിയെ ആശ്രയിക്കേണ്ട ആളുകൾക്ക്, ഈ വിലക്കയറ്റത്തിൻ്റെ രൂക്ഷത അനുഭവിക്കേണ്ടി വന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് തന്നെ വിപണിയിൽ ഇടപെട്ടു. അതാണ് വിപണി ഇടപെടൽ. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ കേരളത്തിൽ ദീർഘവർഷങ്ങളായി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അതൊരു മോഡലാക്കി ആ ഗവൺമെൻറ് കാലയളവിൽ
സാധാരണക്കാരെ സഹായിക്കാൻ, സാധാരണ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന ഇത്തരം നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ഇത്തവണ പൊതുമാർക്കറ്റിൽ ജനങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ്. ഇന്ന് 2-3 ദേശീയ പത്രങ്ങളിൽ, ഹിന്ദുവിലാണെങ്കിലും കേരള കൗമുദിയിലാണെങ്കിലും പ്രധാന വാർത്തയാണ് വിലക്കയറ്റത്തിൻ്റെ വിഷയം. അതിൻ്റെ കണക്ക്, ഒരു മാസത്തിനുള്ളിൽ ഓരോ ഇനം അരിയുടെയും വില മാറിയത്. ഞാൻ രാവിലെ ചാല മാർക്കറ്റ് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടുകയാണ്. അരിക്കച്ചവടക്കാരായിട്ടുള്ള മൊത്ത വ്യാപാര കച്ചവടക്കാർ, ചില്ലറ വ്യാപാര കച്ചവടക്കാർ അത്ഭുതത്തോടെ പറയുകയാണ്, ഓണക്കാലത്ത് ഇതുപോലെ കാഴ്ചക്കാരായി ഗവൺമെൻറ് നിൽക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടില്ലെന്നാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ നല്ല ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. കേരളത്തിലെ ഉത്സവ നാളുകളിൽ ഇപ്പം ഇന്നലെ ഒരു പത്രത്തിൽ വാർത്തയിൽ ഞാൻ ഭക്ഷ്യവകുപ്പിൻ്റെ വായിച്ചു. അരിയുടെ വിഹിതം കുറയ്ക്കാൻ കേരള ഗവൺമെൻറ് കേന്ദ്രത്തോട് പലതവണ ആവശ്യപ്പെട്ടതാണ്. എന്ത് നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത്? 2022 നമുക്ക് ലഭിച്ചിരുന്ന ട്രേഡ് ഓവർ വിഹിതം എന്ന് പറയുന്നത് വെള്ള നീല കാർഡിന് കൊടുത്തിരുന്ന ഗോതമ്പ് കേന്ദ്ര ഗവൺമെൻറ് നിർത്തലാക്കി. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടു. കാരണം ഏകദേശം 50-51 ലക്ഷം കുടുംബങ്ങളാണ് രണ്ടും കൂടെ വരുമ്പോൾ. ആ കുടുംബങ്ങളിൽ നല്ല ശതമാനം ആളുകൾക്ക് ഡയബറ്റിക് അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഗോതമ്പ് അത്തരം കുടുംബങ്ങൾ അനിവാര്യമായ ഒന്നാണ്. ന്യായവിലയ്ക്ക് ഗോതമ്പ് കൊടുക്കാൻ 9-10 രൂപയ്ക്കൊക്കെ ഗോതമ്പ് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബങ്ങളുടെ വിമർശനം വളരെ വലുതായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഗോതമ്പ് നിർത്തലാക്കിയപ്പോൾ നിരന്തരമായി ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ ആവശ്യപ്പെടാൻ, അത് നേടിയെടുക്കാൻ കേന്ദ്രമന്ത്രിമാരുടെ അടുത്ത് പോകേണ്ടി വന്നു. ഇവിടെ എംപിമാരുടെ കോൺഫറൻസിൽ ഞങ്ങൾ അജണ്ട വെച്ച ആ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പറഞ്ഞു. എംപിമാർ പാർലമെൻറ്റിൽ ആ വിഷയം ഉന്നയിച്ചു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 2025 ഡിസംബർ നമുക്ക് ഗോതമ്പ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ആ ഗോതമ്പ് പുനഃസ്ഥാപിച്ചെടുത്തതിന് ശേഷമാണല്ലോ വിഷു ഉണ്ടായത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഏപ്രിൽ മാസമാണ് വിഷു. ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും റംസാനും നമ്മൾ സ്പെഷ്യൽ അരി റേഷൻ കടകളിലൂടെ കൊടുത്തിരുന്നു, എല്ലാ കാർഡിനും. ഏപ്രിൽ മാസം കൊടുത്തല്ലോ. അപ്പോൾ ഏപ്രിൽ മാസം 10 കിലോയും 5 കിലോയും എല്ലാ കാർഡിനും സ്പെഷ്യൽ അരി 10.90 കൊടുത്ത അനുഭവം കേരളത്തിലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗോതമ്പും കൊടുത്തല്ലോ. അപ്പോൾ ഫലപ്രദമായി വിപണിയെ സംബന്ധിച്ചും വില വർധനവുണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ക്രമീകരിച്ച് കൊടുക്കാനുണ്ടായ പരാജയമാണ്, ഭക്ഷ്യവകുപ്പിൻ്റെ തികഞ്ഞ പരാജയമാണ്, അശ്രദ്ധയാണ് ഈ ഓണക്കാലത്ത് ജനങ്ങളെ വിലക്കയറ്റത്തിൻ്റെ വറുതിയിലേക്ക് തള്ളിവിട്ടത്. അതുകൊണ്ട് അതിന് ഗവൺമെൻറ് തിരുത്തണം. ഓണം അടുത്ത് വരുന്ന ആഴ്ചയാണ് ഈ ആഴ്ച. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രദ്ധാപൂർവം ഇത് കാണാൻ കഴിയണം. ഈ ഗവൺമെൻറ് കച്ചവടക്കാരുടെ കയ്യിലേക്ക് പോകരുത്. സാധാരണക്കാർക്ക് ന്യായവിലയ്ക്ക് സാധനം ലഭ്യമാക്കാൻ കഴിയുന്ന സംവിധാനം മെച്ചപ്പെടുത്തണം. ഓരോ വർഷം കഴിയുന്നതോറും മെച്ചപ്പെടുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റ് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ആ മെച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ വിവരങ്ങളും സൈറ്റിലുണ്ട്. ഏതെങ്കിലും വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്താൻ ഈ വർഷത്തെയും ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്ന് അയച്ചു തരാവുന്നതാണ്. ചെറിയ മാറ്റമുണ്ട്. അതിൻ്റെ കാരണം 2016 LDF പ്രകടന പത്രികയിൽ 5 വർഷക്കാലം ഗവൺമെൻറ് അതേ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കും, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ. അത് 8 വർഷം കൊടുത്തു. 8 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലൊരു പുനഃപരിശോധന. അപ്പോഴും മാർക്കറ്റിലെ വിലയേക്കാൾ 35-40% വില കുറച്ച് കൊടുക്കാനുള്ള ഒരു സ്ലാബാണ് അംഗീകരിച്ചത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. 530-560 രൂപ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണ നമുക്ക് 339 രൂപയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ആ നിലപാടാണ്. അത് കുറച്ച് കൊണ്ടുവന്ന് 200 ഇഷ്ടം രൂപ വരെ ആകുന്ന സ്ഥിതിയിലാണ് ഞാൻ പിരിയുമ്പോൾ. ഇപ്പോഴത്തെ അവസ്ഥ അത് വീണ്ടും 300 രൂപയായി മാറുകയാണ്.
അതുപോലെ അരിയുടെ വിലയും 25 രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തിരുന്നല്ലോ 20 കിലോ അരി. ഇപ്പം അവർ തന്നെ റേഷൻ കടയിലൂടെ കൊടുക്കുന്ന 26 സപ്ലൈകോ കടയിൽ 33, 39, 42, 43. സബ്സിഡി ഇൻക്ലൂഡ് ചെയ്ത് വില കുറച്ച് കൊടുക്കുന്നതിന് പകരം സബ്സിഡി ഇൻക്ലൂഡ് ചെയ്തിട്ടും വില വർധനവുണ്ടാകുന്ന അവസ്ഥയാണ് കാണുന്നത്. അല്ല, അതാ പറഞ്ഞത്, നമ്മളെന്തായാലും അങ്ങനെ ഒരു ആവശ്യപ്പെട്ടിട്ടില്ല. എന്തോ ഒരു മണ്ടത്തനമാണ്. കേരളം, നിങ്ങളെല്ലാം മാധ്യമങ്ങൾ അറിയേണ്ടുന്നത്, 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് NFSA നടപ്പാക്കിയത്. 2ാം UPA ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് കാലത്ത് കേരളത്തിന് അതുവരെ ലഭിച്ചിരുന്ന 16.5 ലക്ഷം മെട്രിക് ടൺ അരിയും ഗോതമ്പും 2 ലക്ഷം കുറച്ച് 14ആയി കുറയ്ക്കുകയുണ്ടായി. അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പാക്കുന്നത് വളരെ പാവപ്പെട്ട BPL കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിൽ 53% കുടുംബങ്ങൾ ഭക്ഷ്യധാന്യ വിതരണത്തിന് പുറത്തായി. അവരാണ് ഇപ്പം പറയുന്നത് നമ്മൾ അരി വിഹിതം കുറയ്ക്കണമെന്ന് ആവശ്യം. കേരള നിയമസഭയിൽ ഞാനല്ലേ പ്രമേയം കൊണ്ടുവന്നത്. ആ 2 ലക്ഷം മെട്രിക് ടൺ പുനഃസ്ഥാപിക്കണം. കാരണം എന്താ, അന്ന് കേരളത്തിലെ അരി വാങ്ങുന്ന, റേഷൻ കടയിൽ പോയി വാങ്ങുന്നവരുടെ എണ്ണം കുറവായിരുന്നു. വളരെ മോശപ്പെട്ട ക്വാളിറ്റി ഇല്ലാത്ത അരിയും ഗോതമ്പും വിതരണം ചെയ്തപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ വാങ്ങാതിരുന്നു. അതിനെ അവർ തെറ്റിദ്ധരിച്ച് കൊടുത്ത റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുമാർക്കറ്റിൽ പോയി, പൊതുവിപണിയിൽ പോയി അരി വാങ്ങാനുള്ള ശേഷിയുള്ളവരാണ്. അതുകൊണ്ടാണ് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാത്തത് എന്നുള്ള തെറ്റായ പ്രചരണമാണെന്ന് നടത്തിയത്. അങ്ങനെ ആ കാരണം പറഞ്ഞുകൊണ്ടാണ് 2 ലക്ഷം നമുക്ക് കുറച്ചത്. നിയമസഭയിൽ ആ 2 ലക്ഷം പുനഃസ്ഥാപിക്കണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുകയും MPമാരിലൂടെ പലതവണ പാർലമെൻറ്റിൽ ഉന്നയിച്ചതാണ്. എന്നാൽ കേരളത്തിന് ലഭിച്ചിരുന്ന ഗോതമ്പ്, അത് വെള്ള നീല ട്രേഡ് ഓവറായി ലഭിച്ചിരുന്ന വെള്ള നീല കാർഡുകാർക്ക് ലഭിച്ച ഗോതമ്പ് 2022 നിർത്തലാക്കി. കേന്ദ്രം പറഞ്ഞത് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂ ഉള്ളതുകൊണ്ട് തൽക്കാലം ഗോതമ്പ് BPL കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. APL ആയിട്ടുള്ള വെള്ള നീല കാർഡുകാർക്ക് ഗോതമ്പ് നിർത്തലാക്കുന്നു. ആ നിർത്തലാക്കിയ ഗോതമ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം നിരന്തരമായി 3 വർഷം ഉന്നയിച്ച് പല ഇടപെടൽ നടത്തിയാണ് 2025 ഡിസംബറിൽ പുനഃസ്ഥാപിച്ചത്. അത് പുനഃസ്ഥാപിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അരി വിഹിതം കുറയ്ക്കേണ്ടി വന്നതെന്നുള്ള ന്യായമാണ് പറയുന്നത്. അത് ഗോതമ്പ് പുനഃസ്ഥാപിച്ചത് ഗോതമ്പ് 4-6 കിലോ കൊടുക്കുകയല്ലേ. എന്നാൽ അരി നമുക്ക് സേവിങ്സായി വരുന്ന അരി എടുത്താണ് ഓണം അതുപോലുള്ള ഉത്സവ നാളുകളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ന്യായവിലയ്ക്ക് 10 രൂപ 90 പൈസ മാക്സിമം വിലയ്ക്ക് അരി കൊടുക്കാൻ തീരുമാനിച്ചത്. അത് 2025 ശേഷം ഏപ്രിൽ മെയ് വരെ ഗവൺമെൻറ് LDF ആയിരുന്നല്ലോ. ആ ഘട്ടങ്ങളെല്ലാം കൊടുത്തല്ലോ. വിഷുനാളിലും കൊടുത്തല്ലോ. വിഷുവിൻ്റെ കാലഘട്ടത്തിൽ കുറച്ചില്ലല്ലോ. ഞാൻ അതാ പറഞ്ഞത്, ഫലപ്രദമായി ഈ വിപണിയെ സംബന്ധിച്ചും നമ്മുടെ സ്റ്റോക്കിനെ സംബന്ധിച്ചും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പോളിസി നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്ന് പറയാൻ കാരണം